വ്രതമെടുത്ത് കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് മലയാളികൾ അടക്കം ശബരിമലയിലേക്ക് പോകുന്നത്. എന്നാൽ ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും കൃത്യമായ ആരോഗ്യ കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ആരോഗ്യം മാത്രമല്ലല്ലോ, ആചാരപരമായ കാരണവും ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിലേക്ക് കിടക്കും മുമ്പ് ഞാൻ ഇപ്പോൾ കണ്ടൊരു വീഡിയോ പറയാം, വീഡിയോയുടെ വിശേഷം പറയാം. വീഡിയോ കാണിക്കാം. ഏഷ്യാനെറ്റിൻ്റെ വീഡിയോ ആണ്. ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്ത ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ നട തുറന്നിരിക്കുന്ന സമയമാണ്. സീസൺ ആവാൻ വലിയ ദൂരമില്ല, അധികം വൈകാതെ സീസൺ ആരംഭിക്കാനും പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറന്നു കിടക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെയാണ്. ഒരു ഹോട്ടലിൽ കുറച്ച് ഭക്തന്മാർ, അയ്യപ്പന്മാർ പറയുന്നു, ഭക്ഷണമൊക്കെ ഇങ്ങനെ തുറന്നു വെക്കാവോ, മൂടി വയ്ക്കുമോ എന്ന് പറയുന്നു. ഇതിൽ സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതിയില്ല, ഞാൻ ഇനിയും മൂടി വെക്കത്തില്ല, തുറന്നു വെക്കും എന്ന് പറയുന്നത്. മൂടി വെച്ചേ പറ്റുള്ളൂ എന്ന് ഈ ഭക്തർ പറയുമ്പോൾ എന്താ കണ്ടോടാന്ന് പറഞ്ഞ് ബാക്കി മൂടിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ മൂടി വെച്ചിരുന്ന കടലാസോ തുണിയോ വലിച്ചു മാറ്റിയിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ തിന്നിട്ട് പോയാൽ മതിയട എന്ന് പറയുന്ന ഒരുവൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ വീഡിയോയാണ്. ഇപ്പോഴുള്ളതാണോ എന്ന് അറിയില്ല, അതിൻ്റെ ഞാൻ കണ്ടിട്ടില്ല, ഏഷ്യാനെറ്റിൽ എപ്പോൾ വന്നതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ വീഡിയോയുടെ അടിക്കുറിപ്പായി പ്രചരിപ്പിക്കുന്നത് ബഷീറിൻ്റെ മകൻ ഖാദർ നടത്തുന്ന ഹോട്ടലാണ് സന്നിധാനത്ത്. ബഷീറിൻ്റെ മകൻ ഖാദർ പറയുന്നു, സൗകര്യം ഉണ്ടെങ്കിൽ നീ തിന്നാൽ മതി, ഞാനിങ്ങനെ തുറന്നു വെച്ചേ ഉണ്ടാക്കത്തുള്ളൂ, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ മൂടി വെച്ചിരിക്കുന്നൂടെ തുറന്നു വെക്കും, നീ സൗകര്യം ഉണ്ടെങ്കിൽ തിന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അടിക്കുറിപ്പിൻ്റെ അവസാനം ഇത് ഭക്തരുടെ കുഴപ്പമാണ്. ശബരിമലയിൽ കട നടത്തുന്ന സൗകര്യം ഉണ്ടെങ്കിൽ അയ്യപ്പന്മാർ തിന്നാൽ മതി എന്ന് പറയുന്ന ഖാദറിൻ്റെ മകൻ ബഷീറിനോട് ഇത് ഞങ്ങളുടെ അമ്പലമാടാ, ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ ഇവിടുത്തെ വിശ്വാസികൾക്ക് കഴിയാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നതാണ് വീഡിയോ. അപ്പോൾ വീഡിയോയുടെ നിജസ്ഥിതി എനിക്കറിയില്ല, പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ വാട്ടർമാർക്ക് ഓടുന്നുണ്ട്, അതുകൊണ്ട് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തതാണ്. ബഷീറിൻ്റെ മകൻ ഖാദറാണോ എന്നെനിക്കറിയില്ല ഈ വീഡിയോയിലെ കഥാപാത്രം, വില്ലൻ. എന്തായാലും ഒരു കാര്യമുണ്ട്, ശബരിമല സന്നിധാനത്തിലും പരിസരത്തിലുമുള്ള കടകളുടെ ഭൂരിഭാഗം, ഹോട്ടലാവട്ടെ മറ്റ് കച്ചവട സ്ഥാപനങ്ങളാവട്ടെ, മഹാഭൂരിപക്ഷവും നടത്തുന്നത് ഹിന്ദുക്കളല്ല, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള പ്രചാരണം കുറേ കാലമായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി തുറന്നു പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. വേണമെങ്കിൽ ആരെങ്കിലും ഒരു വിവരാവകാശം കൊടുത്തിട്ട് സന്നിധാനത്ത് പരിസര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പമ്പ മുതൽ മുകളിലേക്കുള്ള സ്ഥലങ്ങളിൽ അതിന് പുറത്തുള്ള സ്ഥലത്ത് ദേവസ്വം ബോർഡിന് അധികാരമൊന്നുമില്ല. അത്രയും പ്രദേശങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ കച്ചവടം നടത്തുന്നതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണോ അല്ലയോ എന്ന് അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. നമ്മൾ ചോദിച്ചാൽ പറഞ്ഞേ പറ്റുള്ളൂ. ആരും അങ്ങനെ ഒരു അപേക്ഷ വിവരാവകാശ നിയമപ്രകാരം കൊടുത്തതായിട്ട് എനിക്കറിയില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം, നമുക്കതേക്കുറിച്ച് ആലോചിക്കാം. എന്തായാലും ഇതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. നമ്മൾ നോക്കൂ, ഈ കാൻവാർ യാത്രയെക്കുറിച്ച് കണ്ടു. ശിവഭക്തർ നൂറുകണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് 4-5 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഗംഗയിൽ ജലമെടുത്ത് പോകുന്ന ഒരു യാത്രയാണ്. അതുമായി വിട്ട് വലിയ വിവാദമുണ്ടായി. കച്ചവടക്കാർ അവരുടെ പേരെഴുതി വെക്കണമെന്നൊക്കെ ഉത്തർപ്രദേശ് സർക്കാർ ഇൻസിസ്റ്റ് ചെയ്തു. അത് വലിയ വിവാദമായി. അത് കോടതി അതിന് സ്റ്റേ കൊടുത്തപ്പോഴത്തേക്ക് ഹിന്ദു കച്ചവടക്കാരെല്ലാം പേരെഴുതി വെക്കാത്തവർ ഗോവിന്ദ എന്ന് പറയുന്നവരെ ഗോപി വരച്ചിരിക്കേണ്ടി വന്നു. സംഘർഷം ഉണ്ടായി. അതിന് പറഞ്ഞ് ഒരു കൻവാർ യാത്രയിൽ ഈ വിവാദം ഉണ്ടായപ്പോൾ ഒരു കടയിൽ സംഘർഷം ഉണ്ടായി. കാരണം ഈ വിശ്വാസപ്രകാരം ഈ സവാള പോലും കഴിക്കാത്ത ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് സവാള കഴിക്കാത്തത്. എനിക്ക് തോന്നുന്നു ഈ കൊങ്ങിണിമാരൊന്നും കഴിക്കില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കൊങ്ങിണി കുടുംബത്തിൽപ്പെട്ട ഒരു കൂട്ടർ സവാള ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അവരുടെ പൊതുവിലുള്ള വിശ്വാസമാണോ വ്യക്തിപരമായ വിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഈ പറയുന്ന പോലെ ഒരു സംഘർഷം ഒരു കടയിലുണ്ടായത് അവർക്ക് കഴിച്ച ഭക്ഷണത്തിൽ സവാള കിട്ടിയതിൻ്റെ പേരിൽ ആ കടയിലായിട്ട് അടിയുണ്ടായി. പിന്നെ അത് കട കത്തിച്ചു പോവാതിരുന്നത് ആ കട നടത്തിയിരുന്നത് പ്രദീപ് കുമാർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ വിശ്വാസമെടുത്ത് ആചാരപരമായി കടുത്ത വിശ്വാസത്തോടെ വ്രതമെടുത്ത് ഈ യാത്രയ്ക്ക് പോയ ആളുകൾക്ക് നിഷിദ്ധ ഭക്ഷണമായ
സവാള വന്നു എന്നതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടായി. അതൊരു നോൺ ഹിന്ദു ആയിട്ടുള്ള അഹിന്ദു നടത്തിയിരുന്ന കടയായിരുന്നെങ്കിൽ, ഞാൻ സമുദായത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, കടയായിരുന്നെങ്കിൽ വലിയ കലാപത്തിലേക്ക് പോകുമായിരുന്നു. കാരണം അവരുടെ ആചാരവും വിശ്വാസവും വ്രണപ്പെടുകയാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഏത് മതത്തിലാണെങ്കിലും അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും ഹനിച്ചാൽ അത് വലിയ സംഘർഷം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അന്ന് അവിടെ ഒരു റെസ്ട്രിക്ഷൻ UP-യിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് ശബരിമലയ്ക്ക് പോകുന്നവരും മത്സ്യമാംസാദികൾ കഴിക്കാതെ വ്രതമെടുത്ത് 41 ദിവസം വ്രതം എടുക്കുന്നില്ലെങ്കിലും ചിലപ്പം പല അസൗകര്യങ്ങളും കൊണ്ട് കഴിയാത്തവർ 10 ദിവസമൊക്കെ വ്രതം എടുത്ത് പോകുന്നവരുണ്ട്. 41 ദിവസം പോകണമെന്നാണ് നിഷ്ഠ. 41 ദിവസം വ്രതം എടുത്താലേ പോകാവുള്ളൂ എന്നൊന്നുമില്ല, ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ അനുസരിച്ചാണ്. പക്ഷേ മാല ഇട്ടാലും ഇല്ലെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ 41 ദിവസം മാലയിടാൻ പറ്റിയില്ലെങ്കിലും 10 ദിവസത്തിന് മുമ്പാണ് മാല ഇട്ടെങ്കിൽ അതിന് മുമ്പേ ചിലപ്പോൾ വ്രതം എടുക്കുന്ന ആളുകളുണ്ട്. മാല ഇടുന്നതിന് മുമ്പ് തന്നെ ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചാൽ തന്നെ വ്രതം എടുക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ പ്രസിദ്ധരായ നടന്മാരൊക്കെ വന്നിട്ട് കേരളത്തിന് പുറത്തുള്ളവർ കറുപ്പെടുത്ത് ആ സമയത്ത് അവർ ചെരുപ്പ് പോലിടാതെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഋഷഭ് ഷെട്ടി, പേരെന്തിനാ പറയുക, ഋഷഭ് ഷെട്ടി പോലെയുള്ള ആളുകളൊക്കെ അല്ലേ, അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികൾക്കാണ് ഈ വിശ്വാസം കുറഞ്ഞു വരുന്നത്. കേരളത്തിന് പുറത്തുള്ളവർ ഈ കടുത്ത രീതിയിൽ വ്രതം എടുത്താൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് മാംസാഹാരം പാടില്ല. നമുക്ക് പിന്നെ സവാള ഭക്ഷണമൊന്നുമല്ല, നോൺ വെജ് കഴിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ശബരിമല സീസൺ ആകുമ്പോൾ കേരളത്തിൽ അതുവരെയുള്ള കുഴിമന്തി വിൽക്കുന്ന ഹോട്ടലുകൾ പോലും സ്വാമി അയ്യപ്പൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ട് സ്വാമി ശരണം വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുകളായി മാറുന്നുണ്ട്. അത് അത്രയും നല്ലത്. കാരണം ഒരു കച്ചവടമാണ്, വലിയ വ്യവസായമാണ്. പണ്ട് സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ പോലെ ഒരു വർഷം ശബരിമല സീസൺ നടക്കുമ്പോൾ കേരളത്തിന് നികുതിയായിട്ട് 10,000 കോടി രൂപയെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഇവിടുത്തെ അതുവരെ കുഴിമന്തി വിൽക്കുന്ന ഹിന്ദുമത വിശ്വാസികളല്ലാത്തവരുടെ സ്ഥാപനങ്ങൾ പോലും അയ്യപ്പനെ സ്വീകരിക്കുന്ന, അയ്യപ്പൻ്റെ പേരിൽ രൂപമാറ്റം നടത്തുന്ന കാഴ്ച കേരളത്തിൽ വളരെ വ്യാപകമാണ്. ഈ 2 മാസത്തിനുള്ളിൽ ഇപ്പോൾ നടക്കാൻ പോവുക. അങ്ങനെ അവിടെ കൊടുക്കുന്ന ആഹാരം ഈ ശബരിമല തീർത്ഥാടകരായി പോകുന്ന വിശ്വാസികളുടെ വിശ്വാസത്തിന് ഭംഗം വരുത്താതിരിക്കുന്നതാവണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ന്യായവിലയ്ക്ക് കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട. ഇതിലൊക്കെ സർക്കാർ ഇടപെടേണ്ടതാണ്, ചില ഇടപെടലൊക്കെ നടക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ പറയുന്നത് ഒരു കാര്യമായ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അധികൃതർ ശ്രദ്ധിക്കണം. കാരണം സന്നിധാനത്താണ്, അല്ലെങ്കിൽ സന്നിധാനത്തിലേക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ അവിടെ വൃത്തിയുള്ള ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ, ഞാൻ ഭക്തൻ്റെ പറയുന്നില്ല, ഭക്തൻ്റെ അവകാശമാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക എന്നുള്ളതും ഒരു പൗരൻ്റെ, ഒരു ഉപഭോക്താവിൻ്റെ അവകാശമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, സൗകര്യമുണ്ട്, നീ തിന്നാൽ മതി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതുകൂടെ തുറന്നു വെക്കുന്നത് പൗരൻ്റെ അവകാശമാണ്. മൗലിക അവകാശം, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ് അല്ലേ. രോഗം വന്ന് അസുഖം വന്നാൽ മരിച്ചു പോകാം. അപ്പോൾ വൃത്തിയുള്ള ആഹാരം കഴിക്കാൻ ഉള്ള അവകാശം മൗലിക അവകാശമാണ്. അപ്പോൾ അത് ലംഘിക്കപ്പെടുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. എന്ന് മാത്രമല്ല, ഞാൻ നിനക്ക് വൃത്തിഹീനമായ ആഹാരം തരും എന്നുള്ള പരസ്യ പ്രഖ്യാപനം കൂടിയാണ്. അത് ഖാദറിൻ്റെ മകൻ ബഷീറാണെങ്കിൽ, അല്ലെങ്കിൽ ബഷീറിൻ്റെ മകൻ ഖാദറാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഒന്നുകൂടി കൂടുന്നുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഓർക്കാൻ DYFIക്കാരെ ഓർക്കുകയാണ്. DYFIക്കാർ കേരളത്തിൽ മുഴുവൻ വളരെ പോസിറ്റീവായി, വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെയും സഹായിക്കാൻ വേണ്ടി പന്നിയിറച്ചി വിൽക്കാൻ തീരുമാനിച്ചു. പന്നിയിറച്ചി വിറ്റിട്ട് അതിൽ കിട്ടിയ പണം ഈ ചെറുപ്പക്കാർ വയനാട്ടിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനം വേണ്ടി സർക്കാരിന് കൊടുക്കാൻ പോവാം. അപ്പോഴാണ് കേരളത്തിലെ ഒരു മതസംഘടനയുടെ പ്രധാനപ്പെട്ട ആൾ പരസ്യം വന്നിട്ട് DYFI വികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ള പ്രസ്താവന നടത്തുന്നത്. അത് വേണം നമുക്ക് പിന്നെയും ക്ഷമിക്കാം. പക്ഷേ അയാൾ പറഞ്ഞത് വയനാട്ടിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ DYFI മുസ്ലിങ്ങൾക്ക് ഹറാമായ ഭക്ഷണം വിറ്റ് ഉണ്ടാക്കുന്ന പണം ഞങ്ങൾക്ക് ഹറാമാണ്, അത് തരാൻ പാടില്ല. 2 കുഴപ്പങ്ങളാണ്, വലിയ സാമൂഹിക വിരുദ്ധതയുള്ള 2 പരാമർശങ്ങൾ. ഒന്ന്, നമ്മളാരും വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ ജാതി മതവും നോക്കിയില്ല. ഇയാൾ അല്ലെങ്കിൽ ഇയാളുടെ സംഘടന സ്വന്തം സമുദായത്തിൽപ്പെട്ട എത്ര പേര് മരിച്ചു എന്ന് കണക്കെടുത്തു. അത്ര നിന്ദ്യമായ നടപടി ഇവർ ചെയ്തു. രണ്ടാമത്, വളരെ പുരോഗമനപരമായി, വളരെ പോസിറ്റീവായി നമ്മുടെ നാടിന് ഗുണമുണ്ടാകാൻ വേണ്ടി DYFI ചെയ്ത ഒരു പരിപാടിയെ മതപരമായി ആക്രമിച്ചു, മതത്തിൻ്റെ പേരിൽ. അത് മാത്രമല്ല, അതിൽ ശ്രദ്ധേയമായ ഒന്നുകൂടിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഷിർക്കാണല്ലോ, അല്ലെങ്കിൽ വിലക്കപ്പെട്ടതാണ്, ഹറാമാണ് എന്ത്, ഈ പറയുന്ന പന്നിയിറച്ചി. പന്നിയിറച്ചി വിൽക്കുന്ന പൈസ എന്താണ്? അതുകൊണ്ട് ആ പൈസ
ഞങ്ങൾക്ക് കഴിച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയാൽ ഹറാമാണ്, അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ ഹിന്ദു ദേവതകളെ ആരാധിക്കുന്നു, നമ്മുടെ ഉത്സവങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ, ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ശിർക്കായിട്ടാണ് കാണുന്നത്, വിലക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സന്നിധാനത്ത് പോയി അല്ലെങ്കിൽ ശബരിമല സീസണിൽ കച്ചവടം നടത്തി ഖാദറിൻ്റെ മകൻ ബഷീർ പൈസ ഉണ്ടാക്കുന്നതും ഷിർക്കല്ലേ, ഹറാമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഈ ഖാദറിൻ്റെ മകൻ ബഷീർ ഈ കച്ചവടം നടത്താതിരിക്കുന്നതല്ലേ നല്ലത്? അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കും. അല്ല, അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡ് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തിലേക്ക് പോകുന്ന വഴികളിൽ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റോളുകൾ ഈ പറഞ്ഞതുപോലെ ഹിന്ദു ആചാരങ്ങളുമായി അല്ലെ കാഫിറിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പണം ഷിർക്കായിരിക്കുന്ന ആളുകൾക്ക് കച്ചവടം നടക്കാൻ വിട്ടുകൊടുക്കുന്നതിനാ? അല്ലെങ്കിൽ ഈ പറയുന്ന ബഷീറിൻ്റെ മക്കൾ ആയ ഖാദർമാർ എന്തിനാണ് ഷിർക്കിൻ്റെ ഭാഗമായി കിട്ടുന്ന വരുമാനം എടുക്കാൻ പോകുന്നത്? ഇതിന് ഈ പറഞ്ഞ നേതാവ് മറുപടി പറയേണ്ടത്. നമുക്കാർക്കും ഈ കച്ചവടം അവർ നടത്തുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാലങ്ങളായി നടക്കുന്നതാണ്. ശബരിമല സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സീസണാണ്. കേരളത്തിൽ ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ 10,000 കോടി രൂപയെങ്കിലും ഇങ്ങോട്ട് ഒഴുകി വരുന്നൊരു കാലമാണ്. അതിൻ്റെ പങ്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്, ഒരു തർക്കമില്ല. പക്ഷേ ഇവരുടെ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഡിവൈഎഫ്ഐക്കാരൻ ചെയ്തപ്പോൾ അത് ഹറാമെന്ന് പറഞ്ഞു. ഹറാമായ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസിയായ വിഗ്രഹാരാധനയെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അതിൻ്റെ പേരിൽ ആ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട വരുമാനം ആർജിക്കുന്നതും നിഷിദ്ധമല്ലേ? മാറി നിൽക്കണ്ടേ? ഇതൊരു വലിയ ചോദ്യം. ഇത് പറഞ്ഞാൽ നമ്മൾ ഉടനെ വർഗീയവാദിയാവും. അവർക്ക് മരിച്ച ആളുകൾ ഒരു ദുരന്തം വന്ന് മരിക്കുമ്പോൾ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ മരിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പന്തി ഇറച്ചി വിറ്റ കാശ് വേണ്ട എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐയെ ആക്രമിക്കാം. അപ്പം അത് മതേതരത്വമാണ്. അതേസമയം നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ ഉടനെ നമ്മുടെ പേരിൽ വർഗീയത എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഏതായാലും ശബരിമല സീസൺ എല്ലാവരുടെയും സീസണാണ്, ഒരു തർക്കവുമില്ല. നമുക്ക് അതിനകത്ത് ഈ സെൻറ്റ് ജോർജ് എന്നുള്ള വണ്ടിയും ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ആളുകളെ കൂട്ടിയല്ലേ? അതെ. ടെമ്പോ വാൻ വിളിക്കുമ്പോൾ സെൻറ്റ് ജോർജ് ആണോ അല്ലമീനാണോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷേ നോക്കുന്ന ആളുകളുണ്ട് എന്ന് ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതും വെറും ആളുകളല്ല, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ വന്ന് പറയുകയാണ്. ദുരന്ത സ്ഥലത്തെ ശവങ്ങളുടെ കണക്ക് എണ്ണി ശവങ്ങളുടെ ജാതിയും മതവും പറയുന്ന നികൃഷ്ടജീവികൾ സമുദായത്തിൽ ഉന്നത സ്ഥാനീയരായിട്ടിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ അവർക്ക് പറയാമെങ്കിൽ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാളുകൾ എന്തിനാണ് അയ്യപ്പനും ശബരിമലയും ഷിർക്കായി കാണുന്നവർ അവിടെ കച്ചവടം നടത്തുന്നതിനാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നോൺ ഹിന്ദുസിന് ശബരിമല സീസൺ കാലത്ത് സന്നിധാനത്ത് ദേവസ്വം ബോർഡിൻ്റെ കടകമ്പോളങ്ങൾ കിട്ടുന്നത് എന്നതും കൂടെ ആലോചിക്കണം. അപ്പോൾ അത് രഹസ്യ ഇടപാടൊന്നുമല്ല, ലേലം വിളിയും ടെൻഡർ വെക്കുന്നതാണ്. അപ്പോൾ ഈ നാട്ടിൽ വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് ഈ ടെൻഡറിലും ലേലത്തിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ലേ? ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള കടകൾ ചില ഗ്രൂപ്പുകളുടെ കയ്യിലാണ്, ചില മാഫിയ പോലെ. അവർ പ്ലാൻ ചെയ്ത് വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ശബരിമല ഇപ്പോൾ കേരളത്തിലെ ശബരിമല മാത്രമാക്കണ്ട, കേരളത്തിലെ പ്രധാനപ്പെട്ട ഏത് ക്ഷേത്രം എടുത്താലും അതിൻ്റെ പരിസരത്ത് ചുറ്റും കച്ചവടം നടത്താനാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൂടുതൽ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുള്ളത്, കാരണം എൻ്റെ നാട്ടിലൊക്കെ ഉൾപ്പെടെ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളാണ്. ഈ കച്ചവടവും അത്തരം മേഖലകളുമായിട്ട് പൂർണ്ണമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന അവരാണ്. അപ്പോൾ അവരത്തരം കടകൾ ലേലം ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ള എത്ര നഷ്ടമാണെങ്കിലും ആ നഷ്ടം അടുത്ത സ്ഥലത്തേക്ക് പോയി കച്ചവടം ചെയ്ത് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് അവരുടെ ഒരു കച്ചവട മൈൻഡാണ് അതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. പക്ഷേ ഞാനതല്ല, അത് പോട്ടെ. ഇങ്ങനെ സ്ഥിരമായി ഓരോ സ്ഥലത്ത് നിന്ന് ഉത്സവ സീസണിൽ ബലൂൺ കച്ചവടക്കാർ മുതൽ വരുന്ന ആളുകളുണ്ട്, അതൊക്കെ പോട്ടെ. ഞാൻ ചോദിക്കുന്നത് സ്ഥിരമായി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കടകമ്പോളങ്ങളാണ്. ഗുരുവായൂർ പോയാൽ തീർച്ചയായും ഹിന്ദുക്കളുടെ അല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങൾ ഹിന്ദുക്കളുടെ അല്ല. അത് എങ്ങനെ വന്നിരിക്കുന്നു ചോദിച്ചാൽ കേരളത്തിൽ എല്ലായിടത്തും ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് മാറിയിട്ടുണ്ട്. അത് അവരുടെ സാമർഥ്യം, അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം വിഭാഗക്കാരാണ് കച്ചവടത്തിൻ്റെ കേരളത്തിൽ ട്രേഡിൻ്റെ നിർണായക ഭാഗം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കച്ചവടം നടത്താൻ അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതൊരു ഘടകം തന്നെയാണ്. പണിയെടുക്കാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യാൻ, എന്തു പണിയും ചെയ്യാൻ. ആക്രി കച്ചവടം എടുക്കൂ. ഭദ്രാവതി വ്യവസായം എന്ന് പറയുന്ന ആക്രി കച്ചവടം ഏറ്റവും ലാഭമുള്ള പണിയാണ്, അറിയോ? ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന, ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്നൊരു തൊഴിലാണ് ആക്രി കച്ചവടം എന്നുള്ളത്. കേരളത്തിലെ 99% ആക്രി കച്ചവടം നടത്തുന്നത് അവരാണ്.
ഈ വൈറ്റ് കോളർ ജോലി അല്ലെങ്കിൽ ഇത്രയും അന്തസ്സ് കുറഞ്ഞ ജോലി എന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനി ഇവരെ പഴിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു തീർത്ഥാടനമാണ്. ഈ പറയുന്ന ഖാദറിൻ്റെ മകൻ അല്ല ബഷീറിൻ്റെ മകൻ ഖാദർ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. വളരെ വിശ്വാസത്തോടെ ശബരിമല കാലത്ത് കച്ചവടവും ഭക്തന്മാരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് നോൺ ഹിന്ദുസിനെ എനിക്കറിയാം. അത്തരം സ്ഥാപനങ്ങൾ വളരെ വെടിപ്പായി സ്ഥാപനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ഹലാൽ വിവാദമൊന്നും ഇത് കൂട്ടിക്കെട്ടുന്നില്ല. ഏതായാലും ഈ വീഡിയോയിൽ പറയുന്ന ആൾ, ഇത് പുതിയ വീഡിയോ ആണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. കാരണം അയാൾ പരസ്യമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിൽക്കൂ എന്ന് പറയുന്നത് ഒരു അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. വിശ്വാസത്തിനോടുള്ള കടന്നുകയറ്റം മാത്രമല്ല, ധാർഷ്ട്യം മാത്രമല്ല, അനാരോഗ്യകരമായ ആഹാരം ഞാൻ കൊടുക്കും, ആരുണ്ടടാ എന്ന് ചോദിക്കാൻ. ആരോടാ ചോദിക്കുന്നത്? അവിടെ വേറെ ആരും പോകണില്ലെന്നേ, പൊതുജനം പോകുന്നില്ല. അയ്യപ്പ ഭക്തർ മാത്രമേ പോകുന്നുള്ളൂ. അയ്യപ്പ ഭക്തരോട് എന്തും ചെയ്യാം, എനിക്ക് സൗകര്യമുള്ള പോലെ വിൽക്കും എന്ന് പറയുന്ന ആൾ ബഷീറിൻ്റെ മകൻ ഖാദറായാലും പൊന്നു തമ്പുരാൻ്റെ മകനായാലും ആ കച്ചവടം നടത്താൻ അർഹനല്ല. അയാൾക്കെതിരെ അനാരോഗ്യകരമായ ഭക്ഷണം വിറ്റതിനെങ്കിലും മിനിമം കേസെടുക്കാൻ തയ്യാറാവണം, വേണ്ടേ? അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പറയണം എന്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്ത് ഒരു പ്രത്യേക വിഭാഗത്തിന് കാലങ്ങളായി കച്ചവട സ്ഥാപനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയണം. അത് ഒന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അതിലേറെ പ്രധാനപ്പെട്ടതാണ്. അതായത് മുണ്ടക്കൈ ദുരന്തത്തിൽ ഹറാമായ പന്നിയിറച്ചി വിറ്റ കാശ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന സമുദായ നേതൃത്വം കേരളത്തിലുള്ളപ്പോൾ ശബരിമല അയ്യപ്പന്മാരുടെ കാശ് ഷിർക്ക് ആയ പണം വാങ്ങിയെടുക്കുന്ന മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ചെയ്യുന്നതും ഹറാം പ്രവൃത്തിയാണ് എന്ന് പറയാൻ ഈ മഹാനായ പേര് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് പേര് പറയാനുള്ള എനിക്ക് ലജ്ജയാണ് പേര് പറയാൻ. കാരണം മരിച്ച മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചത് കൂടുതൽ ഞങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞ ഒരു നികൃഷ്ടൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം പറയുമോ ഈ പണി ഹറാമാണ് എന്ന് കൂടി എന്ന് വ്യക്തമാക്കണം. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അറിയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശബരിമല അയ്യപ്പന്മാരുടെ കാശിനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടോ, അത് ഹലാലാണോ ഹറാമാണോ എന്നുകൂടി ഒന്ന് പറഞ്ഞു തരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.